ബംഗളൂരുവിൽ കനത്ത മഴയിൽ ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണായിരുന്നു ഇത്രയും പേർ മരിച്ചത്. ഈ മരിച്ചവരുടെയൊക്കെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിക്കും. പരിക്കേറ്റ 7 പേരിൽ ഒരു മലയാളി ഉൾപ്പെടെ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണം ഇന്ന് തുടങ്ങും. KP ശ്രീധരനും സ്നേഹമുൾ നയനാനും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ മലയാളികളുടെ ഭൗതികദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയല്ലോ, തുടർ ചികിത്സയിലിരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മറ്റും എന്താണ് പറയുന്നത് ആശുപത്രി അധികൃതർ? മോത്തി, ഏതായാലും ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടായത്. ഇന്നലെ രാത്രി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. KC വേണുഗോപാൽ MP പ്രത്യേകം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചാണ് ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. തുടർന്ന് പ്രത്യേക ആംബുലൻസൊക്കെ ഏർപ്പെടുത്തി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതാണ് ഈ സംഭവം നടന്ന സ്ഥലം. ഏതാണ്ട് 8 അടിയോളം ഉയരമുള്ള മതിലാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. ഈ മതിൽ, അതായത് ഈ വശത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് ഉണ്ടായിരുന്നു. ഈ ടാർപോളിൻ ഷീറ്റിന് കീഴിൽ വലിയ മഴ പെയ്തപ്പോൾ ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. ഇതിലാണ് ഈ അപകടത്തിൽപ്പെട്ട മലയാളികളും ആ പ്രദേശത്താണ് നിന്നിരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വഴിയോര കച്ചവടങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു ഉന്തുവണ്ടി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ചെരുപ്പ്, കുട്ടികളുടെ ചെറിയ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ തട്ടുകൾ പോലുള്ള ചെറിയ കടകളും ഇവിടെ ഉണ്ട്. ഏതായാലും ഈ കനത്ത മഴ പെയ്തപ്പോൾ ഇവരുടെ ദേഹത്തേക്കാണ് ഈ മതിൽ പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വീണത്. ഈ വശത്ത് നിന്ന് താഴേക്ക് മതിൽ പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് ഇവിടെ നിന്ന് ആളുകളുടെ മേലേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്താണ് കനത്ത മഴ പെയ്തത്. ഈ മഴയത്ത് ഈ ടാർപോളിൻ ഷീറ്റിന് കീഴിലേക്ക് നിൽക്കുകയായിരുന്നു ഈ മരിച്ച സ്മിത, ലത ഉൾപ്പെടെയുള്ള ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേർ കൂടി ഈ സമയത്ത് ഇവിടെ നിന്നിരുന്നു. ആ 3 പേർ കൂടി, അതായത് മലയാളികളായിട്ടുള്ള 3 പേർ കൂടി ആ സമയത്ത് ഇതിൽ പെടുകയായിരുന്നു. ഏതായാലും അവർ നിലവിൽ ഈ ബൗറിംഗ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ട് ആശങ്ക വേണ്ട എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ഏതായാലും അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഈ ജന്മനാടായിട്ടുള്ള രാമമംഗലത്തേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ കർണാടക സർക്കാർ പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണവും ഇന്ന് തുടങ്ങും. ഏതായാലും ഇന്നലെ മുതൽ തന്നെ ഈ പ്രദേശവാസികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ മതിൽ, ഈ വശം, അതായത് ഇതിൻ്റെ മറുവശത്ത് പുതിയ മതിൽ കെട്ടിയിരുന്നു. അത് ബലമുള്ള ഭാഗമാണ്. പക്ഷേ നമ്മൾ ഈ ഇടിഞ്ഞ ഭാഗത്ത് മതിലിന് ശോഷണമുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അവർ പറയുന്നുണ്ട്. ഇതിനു മുന്നിൽ മണ്ണ് കൂന കൂടി ഇടുകയും ചെയ്തിരുന്നു. അതെല്ലാമാണ് ഈ കനത്ത മഴ വന്നപ്പോൾ ആ ഭാഗം ഇടിയാൻ, ഈ താരതമ്യേന ബലക്ഷയമുള്ള ഈ ഭാഗം ഇടിയാൻ കാരണമെന്നാണ് ഈ നാട്ടുകാരൊക്കെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും നിലവിൽ ഈ വൈകിട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്ന കച്ചവടക്കാരും പ്രദേശവാസികളൊക്കെ ചേർന്നാണ് ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഉടൻ തന്നെ ഈ ബൗറിംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതായാലും 4 തദ്ദേശവാസികൾ, ഒരു കുട്ടി ഉൾപ്പെടെ 7 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. കർണാടക സർക്കാർ ഈ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളുടെ ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമായി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിക്കുകയും ചെയ്തു. ഏതായാലും ബംഗളൂരുവിലേക്ക് വിനോദയാത്ര വന്ന ഒരു സംഘത്തിനാണ് അതിൻ്റെ ഒരു അന്ത്യം, ഒരു എന്താ പറയുക, ആ ഒരു യാത്ര അന്ത്യയാത്രയായി പോയി. അവരുടെ വിനോദയാത്ര സന്തോഷത്തിനാണ്, നമ്മൾ വിനോദത്തിനാണ് യാത്ര പോകുന്നത്. പക്ഷേ സങ്കടകരമായത് അവസാനിച്ചു. ഏറെ ദാരുണമായ സംഭവം. ആ സംഭവ സ്ഥലത്ത് നിന്നാണ് KP ശ്രീധരൻ വിവരങ്ങൾ വ്യക്തമാക്കിയത്.